ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ യൂണിറ്റിന്റെ നോട്ടുകൾ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. പരീക്ഷയ്ക്ക് പോയിന്റുകൾ എളുപ്പത്തിൽ പഠിക്കാനും ഓർമ്മയിൽ വെക്കാനും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. പിന്നെ ഈയൊരു വിശകലനം കാണുന്നതിന് മുമ്പ് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ഈ പാഠം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം കേട്ടോ. ഞാനിവിടെ ഈ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ എങ്ങനെ സിമ്പിളായി പഠിച്ചെടുക്കാം? നമുക്കൊരു 5 സ്റ്റെപ്പ് പ്ലാനുണ്ട്. ഈ അധ്യായം പരീക്ഷയ്ക്ക് വേണ്ടി എളുപ്പത്തിൽ പഠിക്കാൻ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വിശകലനം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോന്നും ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭാഗം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 1-2 മാർക്കിന്റെ ഷുവർ ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണിത്. ഇവിടെ നമ്മൾ രാജൻ കാക്കനാടിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നോക്കുന്നത്. ഒരു പോയിന്റും വിട്ടുപോകരുത്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. പരീക്ഷയ്ക്ക് നമ്മളെ കൺഫ്യൂഷനാക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. രാജൻ കാക്കനാടൻ പ്രശസ്തരായ കാക്കനാടൻ സഹോദരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ജോർജ് കാക്കനാടൻ, അദ്ദേഹം ഒരു ചിത്രകാരനാണ്. മറ്റൊരാളാണ് പ്രമുഖ നോവലിസ്റ്റായ കാക്കനാടൻ. അപ്പോൾ ഈ 3 പേരും അവരുടെ മേഖലകളും വ്യക്തമായിട്ട് ഓർത്തുവെക്കണം, മാറിപ്പോകരുത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ: ഹിമവാന്റെ മുകൾത്തട്ടിൽ, അമർനാഥ് ഗുഹയിലേക്ക് എന്നിവ അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങളാണ്. നേരമില്ലാത്ത നേരത്ത് എന്നൊരു നോവലുമുണ്ട്. ഈ 3 പേരുകളും ഓർത്തുവെക്കണം. ഉറപ്പായും ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ശരി, ഇനി നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നോക്കട്ടെ. രാജൻ കാക്കനാടൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇത് പരീക്ഷയിലെ ഒരു സ്ഥിരം ചോദ്യമാണ്. കിട്ടിയോ? അതെ, എസ്തപ്പാൻ. ഈ പേര് മറക്കരുത്. 1 മാർക്കിന് എത്രയോ തവണ ആവർത്തിച്ച ചോദ്യമാണിത്. അതുകൊണ്ട് ഈ പേര് മനസ്സിൽ ഉറപ്പിച്ചോളൂ. അതോടൊപ്പം തന്നെ ചേർത്തു പഠിക്കേണ്ട ഒന്നാണ് ഇതിന്റെ ഡയറക്ടറുടെ പേര്. മറ്റാരുമല്ല, പ്രശസ്തനായ ജി. അരവിന്ദൻ. ചോദ്യം തിരിച്ചും വരാം. എസ്തപ്പാൻ സംവിധാനം ചെയ്തതാര് എന്ന് രണ്ടും അറിഞ്ഞിരിക്കണം. ഹിമാലയത്തെപ്പറ്റി വേറെയും പ്രശസ്തമായ യാത്രാവിവരണങ്ങളുണ്ട്. MP വീരേന്ദ്രകുമാറിന്റെ ഹൈമവത ഭൂവിൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആശാ മേനോന്റെ കൃതികളുമുണ്ട്. ഇവ തമ്മിൽ മാറിപ്പോകരുത്. താരതമ്യം ചെയ്ത് ചോദിക്കുമ്പോൾ ഈ പേരുകൾ ഓർത്തുവെക്കുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ശരി, ഇനി നമ്മൾ ചാപ്റ്ററിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. യാത്രയിലെ പ്രധാന സ്ഥലങ്ങളും അവിടത്തെ അനുഭവങ്ങളുമാണ് ഇവിടെ നോക്കുന്നത്. 5 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള പോയിന്റുകളെല്ലാം ഈ ഭാഗത്താണ്. ശ്രദ്ധിച്ചിരിക്കണം. യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരിടമാണ് സോനപ്രയാഗ്. എന്താണിതിന്റെ പ്രത്യേകത? സിമ്പിളാണ്. 2 നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. ഏതൊക്കെയാണ് നദികൾ? മന്ദാകിനിയും വാസുകിയും. ഈ 2 നദികളുടെയും പേരുകൾ കൃത്യമായി ഓർത്തുവെക്കുക കേട്ടോ. പക്ഷേ സോനപ്രയാഗ് ഒരു സ്ഥലം മാത്രമല്ല, അതൊരു തിരിച്ചറിവ് കൂടിയാണ്. ആർത്തലച്ചൊഴുകുന്ന നദിയുടെയും പടുകൂറ്റൻ മലകളുടെയും മുന്നിൽ നിൽക്കുമ്പോൾ ലേഖകന് തോന്നുകയാണ് മനുഷ്യൻ എത്ര നിസാരനാണെന്ന്. ഈയൊരു വാചകമാണ് ഈ യാത്രയുടെ ആത്മാവ്. നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഇത് നിർബന്ധമായും വേണം. അടുത്ത സ്റ്റോപ്പ് ഗൗരികുണ്ട്. ഇതിനെപ്പറ്റി 2 കാര്യങ്ങൾ ഓർത്താൽ മതി. 1. ഇത് പാർവതീദേവിയുടെ കുളിക്കടവാണെന്നാണ് വിശ്വാസം. 2. ഇവിടത്തെ പ്രകൃതിദത്തമായ ചൂടുനീരുറവുകൾ. ഈ 2 പോയിന്റുകളും ഗൗരികുണ്ടിനെക്കുറിച്ച് എഴുതുമ്പോൾ ഓർക്കണം. യാത്രയിൽ ഉടനീളം തീർത്ഥാടകര് ഒരു ഭജൻ പാടുന്നുണ്ട്. കാശി വിശ്വനാഥ് ഗംഗെ, കാശി അമർനാഥ് ഗംഗെ. ഈ വരികൾ അപ്പടെ പഠിച്ചു വെച്ചോളൂ. 1 മാർക്കിന് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ആശയങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു എസ്സേ ചോദ്യം വന്നാൽ ആമുഖം കഴിഞ്ഞ് എഴുതേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവിടെ നിന്നാണ് കിട്ടുക. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇതൊരു കിടിലൻ കമ്പാരിസനാണ്. കാളിദാസൻ മേഘസന്ദേശത്തിൽ ഹിമാലയത്തെ വർണ്ണിക്കുന്നത് ഒരു മനോഹരമായ സിനിമ കാണുന്നത് പോലെയാണ്, ഒരു കാഴ്ചക്കാരനായിട്ട് പുറത്തുനിന്ന്. പക്ഷെ രാജൻ കാക്കനാടൻ അങ്ങനെയല്ല. അദ്ദേഹം ആ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം പ്രകൃതിയെ അനുഭവിക്കുകയാണ്, കാണുകയല്ല. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ എസ്സേ ഗംഭീരമാക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃതിയെ അനുഭവാഖ്യാനം എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ അനുഭവിച്ച് എഴുതുന്നത്. കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെയല്ല, അനുഭവിച്ച കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിനൊരു ജീവനുണ്ടാകും. അതാണ് ഹിമവാന്റെ മുകൾത്തട്ടിൽ എന്ന ഈ യാത്രാവിവരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, ഇതുവരെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കിയാലോ? ഒരു മിന്നൽ പിണർ പോലെ നമുക്ക് പ്രധാനപ്പെട്ട 1 വേർഡ് ചോദ്യങ്ങളിലൂടെ ഒന്ന് പോകാം. റെഡിയല്ലേ? വേഗത്തിൽ പോകാം. സിനിമ എസ്തപ്പാൻ, ഡയറക്ടർ ജി. അരവിന്ദൻ. ഹൈമവത ഭൂവിൽ MP വീരേന്ദ്രകുമാർ. ഗൗരികുണ്ടിന്റെ പ്രത്യേകത
പാർവതിയുടെ കുടിക്കടവ്, തീർത്ഥാടകരുടെ ഭജൻ, കാശി വിശ്വനാഥ് കങ്കെ, ചിത്രകാരനായ സഹോദരൻ, ജോർജ് കാക്കനാടൻ, സോനപ്രയാഗിൽ നിന്ന് ഇങ്ങോട്ട് ഗുപ്തകാശിയിലേക്ക്. പെർഫെക്റ്റ്. ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചോളൂ. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്കെത്തി. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ മനസ്സിൽ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. 1. ഇതൊരു ടൂറല്ല, ഒരു ആത്മീയ യാത്രയാണ്. 2. സോണപ്രയാഗിലെ തിരിച്ചറിവ്, അതായത് മനുഷ്യൻ പ്രകൃതിക്ക് മുന്നിൽ ചെറുതാണ് എന്ന സത്യം. 3. ഗൗരീകുണ്ട്, അവിടെ പുരാണവും പ്രകൃതിയും ഒന്നിക്കുന്നു. 4. ഈ കൃതി ഒരു സാധാരണ യാത്രാവിവരണമല്ല, അതൊരു അനുഭവാഖ്യാനമാണ്. ക്ലാസിക്കൽ വർണ്ണനകളിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ്. ഈ 4 പോയിന്റ്സ് ഓർത്താൽ മതി. ഇതാണ് ഈ പാഠത്തിന്റെ കാതൽ. പോകുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം. സുഖസൗകര്യങ്ങൾ ഒഴിവാക്കി കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും എന്തു പുതിയ അറിവാണ് കിട്ടുന്നത്? ഈ പാഠത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് ഒരു പുതിയ ഡെപ്ത് കിട്ടാൻ സഹായിക്കും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് വിജയാശംസകൾ.